Hello. Eid Mubarak. Iva പറ Eid Mubarak. കുഞ്ഞാപ്പി പറഞ്ഞാ പറയാത്ത Eid Mubarak. അപ്പോൾ നമുക്ക് ഇന്നിവിടെ ഈദാണ് കേട്ടോ. നാട്ടിലൊക്കെ അടുത്ത ദിവസമായിരിക്കും. ഇപ്പൊ നമുക്ക് ഇന്നാണ്. ഞങ്ങളിപ്പോൾ രാവിലെ എണീറ്റു, എല്ലാരും കുളിച്ച് റെഡിയായി, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു. കുട്ടി കാണിച്ചു കൊടുത്തേ. ഫുൾ ഡ്രസ് കാണിച്ചു തരാം കേട്ടോ. ഡ്രസ് കാണിച്ചു തരാവേ. ഷൂ കാണിച്ചു തരാം. അതാ ലൈറ്റ് ഒക്കെ എത്തുന്ന ഷൂ ഉണ്ട് അടുത്ത്. ഇവക്ക് ഫ്രോക്ക് ഉണ്ട്. ഫ്രോക്ക് ഞങ്ങളിപ്പോ ഇട്ടില്ല. ഞങ്ങളിപ്പോ അഫിയുടെ മാമാടെ വീട്ടിൽ പോവാണ്ട്. നമുക്ക് ഇന്ന് അവിടെ അങ്ങടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. പെരുന്നാളിന്ന് അവിടെ ആഘോഷിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് അങ്ങടേക്ക് പോവാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതായിപ്പോ ഉച്ച ആവാറായിട്ടുണ്ട്. കുളിച്ച് റെഡിയായി. അതെ, ഞങ്ങളിപ്പോ അങ്ങടേക്ക് പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പെരുന്നാളിന്ന് അവിടെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് എവിടെയൊക്കെ പോവാല്ലേ. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അവിടെ അഫിയുടെ കസിൻസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും കൂടി എവിടെയൊക്കെ പോവാനൊക്കെ പ്ലാൻ ചെയ്യാന്നാണ് ഇന്ന് വിചാരിച്ചേക്കണത്. അപ്പൊ എന്തായാലും ഞങ്ങള് പോയിട്ട് വരാവേ. ഇവിടെ ഇതിൻ്റെ സെക്കൻഡ് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് പിങ്കിഷ് അറ്റയർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് അവർ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ആൾ നമ്മുടെ റിലേറ്റീവും കൂടെ ആണ്. അപ്പോൾ ഈ ഒരു മോഡൽ ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്യിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മോഡൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തരും കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. നമ്മൾ റെഡിമെയ്ഡൊക്കെ വാങ്ങുന്നതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ബജറ്റ് ഫ്രണ്ട്ലി ആണ്. ചെറിയ ബജറ്റിനുള്ളിലൊക്കെ നമുക്ക് ചെയ്തു തരും കേട്ടോ. ഒരു 1-2 വീക്സിനൊക്കെ മുന്നേ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടും. അപ്പോൾ അവരുടെ ഇൻസ്റ്റാ പേജ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൽ ഒരുപാട് മോഡൽസ് ഒക്കെ കിട്ടും. ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും പറയാം. അതുപോലെ തന്നെ പെർഫെക്റ്റ് അത് തന്നെ സ്റ്റിച്ച് ചെയ്ത് തരുവേ. ഇൻസ്റ്റഗ്രാം വഴിയോ അല്ലെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ തരാം. വാട്സപ്പ് നമ്പർ വഴി നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗൂഗിൾ പേ, ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ UAEലും നാട്ടിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഞങ്ങളിപ്പോൾ ഓൺ ദ വേ ആണ് കേട്ടോ. അപ്പോൾ ദുബായിലേക്കാണ്. ദുബായ് സ്ഥലം സത്വ അങ്ങനെയൊക്കെയാട്ടോ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇതിന് ഒരു പ്രത്യേകത ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ചുള്ള വെച്ച് ഞങ്ങൾ ഒറ്റയ്ക്കുള്ള ഫസ്റ്റ് ഇതാണ്. ഞങ്ങൾ മാത്രം ഒറ്റയ്ക്കല്ല ഫസ്റ്റ് ഇതാണ്. ഞങ്ങൾ ഒന്നിച്ചുള്ളതെന്ന് പറഞ്ഞാലും തെറ്റൊന്നും ഇല്ല കേട്ടോ. നമ്മളാകെ എനിക്കൊന്ന് 2 പെരുന്നാളെങ്ങാണ്ട് ഒന്നിച്ചുണ്ടായിട്ടുള്ളൂ. ഈ ഒരു 6 ഇയേഴ്സ് ആവാറായി. ഈ 6 ഇയേഴ്സിൻ്റെ ഇടയ്ക്ക് ആകെ 2 പെരുന്നാളെങ്ങാണ്ട് ഞങ്ങൾ ഒന്നിച്ചുണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം അവിടെ ഇവിടെ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പെരുന്നാൾ ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു എൻജോയ്മെൻറ്റും ഇല്ല കേട്ടോ. നാട്ടിലാണെങ്കിൽ നാളെ ആയതുകൊണ്ട് തന്നെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. വീട്ടിലോട്ട് വിളിക്കില്ല. അങ്ങനെ Eid Mubarak പറയുന്ന സംഭവങ്ങളൊന്നും ഇന്നങ്ങനെ നടന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ വെറുതെ ഒന്ന് വിളിച്ചിട്ടല്ലായിരുന്നു. അല്ലാണ്ട് വീട്ടിലോട്ട് അങ്ങനെ പെരുന്നാൾ എന്നുള്ളൊരു വിളിയൊന്നും ഉണ്ടായില്ല. നാളെ ഇരുന്നിട്ട് വേണം ഇനിയിപ്പോൾ എല്ലാവരെയും വിളിക്കാനായിട്ട് നാട്ടിലേക്ക്. മൂന്ന് പ്രാവശ്യം കെട്ടിപ്പിടിക്കണം. 3 പ്രാവശ്യം കെട്ടിപ്പിടിക്കാനില്ല. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. കുറേ നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ അടിപൊളിയാണ്. അനുവിനെ കാണിച്ചു തരാം കേട്ടോ. അനു വലിയ ആളായി പോയി. അനു എത്രമാത്രം ബിരിയാണി കഴിച്ചാലും അനുവിന്റെ ഓപ്പോസിറ്റ് ഇരുന്നവരൊക്കെ ഒളിച്ചിരിക്കായിരുന്നു കേട്ടോ. അനുവിന്റെ വട്ടം തെറിച്ച് കണ്ണിൽ റമീസ് 10 പ്ലേറ്റ് ഇനിയിപ്പോ എന്താ പരിപാടി? റമീസ് എന്താ നമുക്ക് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ദുബായ് വാട്ടർ കനാലിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവ
ഇവ ഉറക്കായിരുന്നു കേട്ടോ വണ്ടിയിലിരുന്ന്. എണീറ്റ് തന്നെ കടിച്ചില്ലാട്ടോ ഇത്. ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വാട്ടർഫോളാണ്. രസമുണ്ട് കാണാനായിട്ട്. കേക്കിനും കൂടി ഇല്ലാന്ന് തോന്നുന്നുണ്ട് വാട്ടറിന്റെ കേക്കിനില്ല. ഈ ഭാഗ വാശി പിടിച്ച് നിപ്പണ്ടേ. ആ ഇതിന്റെ മേലെ കയറാൻ പറ്റും. ഇതിന്റെ മേലെ റോഡാണ്. ഇവിടെ മേലെ ഇങ്ങനെ കയറി നിൽക്കാം. ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടാ. അങ്ങനെ കയറി നിൽക്കാം. ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. മേലെ കയറി പോയിട്ട് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിട്ട്. ആ ഇത് ആർട്ടിഫിഷ്യലാ ലൈക്ക്. ഒരു ഡെവറെടുത്തിട്ട് കോരി നിറച്ചതാ. എങ്ങനെയുണ്ട് ഈ ഹോട്ടല്? ചെറിയ ഹോട്ടല്, വളരെ ചെറുതായി പോയി ഹോട്ടല്. മണ്ണ് വരരുത് ആ ഗ്യാപ്പില്. ഇവിടെ കളറ് മാറുമെന്നാട്ടാ ലൈറ്റ് ഇങ്ങനെ കളറ് മാറി ഇപ്പൊ വയലറ്റ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഇങ്ങനല്ല, ഇങ്ങനെ മാറി വരുമായിരുന്നു. കളറ് മാറുന്ന കാണിച്ചാൽ നമ്മൾ കൊണ്ടുവന്നെയാണ്. ഇതുവരെ കളറൊന്നും മാറിയിട്ടില്ല. പക്ഷെ രസമുണ്ട് കേട്ടോ. നല്ലൊരു എന്താ പറയാ, ബോറടിക്കണ്ടില്ല ഇവിടെ വന്നിട്ട്. നല്ലൊരു വൈബാണ്. കുറെ ആൾക്കാരൊക്കെ വന്നിരിക്കും രാത്രി ആയാൽ കുറച്ചുകൂടി ഭംഗിയാന്നാട്ടോ പറയണേ. മെട്രോ പോണതിന്റെ വെച്ചാണ് കേട്ടോ. അങ്ങനെ ഈവനിങ് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകും. അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണുള്ളത് അത് പറയും. അടുത്തത് ഇനി അങ്ങോട്ട് പോകുന്ന അറിയില്ല കേട്ടാ. ഇവിടെ നിന്നൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ബ്രിഡ്ജാണ്, റോഡാണ്. അതിന്റെ മേലെ കയറിയില്ല നമ്മള്. മേലെ കയറി നടക്കാൻ മാത്രം ഒന്നുമില്ല. ഈ ഒരു ഏരിയ അല്ലെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതാണല്ലോ ശരിക്കുള്ള ദുബായ്. ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ നല്ല അടിപൊളി ബിൽഡിങ്സ്, ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെയൊക്കെ നോക്കൂ. നമ്മൾ ഈ ദുബായ് എന്ന് പറഞ്ഞ് കാണുന്ന ദുബായ് ഇതാണ്ടാ, ബുർജ് ഖലീഫ. ഇതുവരെ നമ്മൾ കാണിച്ചു തന്നതും ദുബായ്. അതൊക്കെ എന്ത് രസമാണെന്നറിയോ, ഓരോരോ ബിൽഡിങ്സും അടിപൊളിയാട്ടാ. ഞങ്ങളിപ്പോ ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ട് വീടെത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി എവിടെ പോയില്ല, നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. പക്ഷെ ഇപ്പൊ തന്നെ 7:52 കുറേ നേരം എടുത്തല്ലേ നമ്മളെത്താൻ. കുറേ ഡ്രൈവ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോ നമ്മൾ എന്തായാലും വീട്ടിൽ പോയി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോകും. ഇന്നൊന്നും ഉണ്ടാക്കണ്ട, ഇന്ന് നമുക്ക് ഫുള്ള് റെസ്റ്റ്. പെരുന്നാളായുണ്ട്. നാളെ തൊട്ട് വീണ്ടും നാളെ നമ്മള് ഇല്ല, നാളെ നമ്മളെ ഉണ്ടാക്കും. നാളെ നമ്മള് ബിരിയാണി വയ്ക്കും. അപ്പൊ ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് ഞങ്ങള് ഫുഡ് കഴിക്കാൻ കുറച്ചേരം ഇങ്ങനെ ഇറങ്ങും. ഇവ ആണെങ്കിലും നല്ല ഉറക്കായിട്ടുണ്ട് കേട്ടോ. ഇവ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാറിൽ കയറിക്കാൻ അപ്പം ഉറങ്ങും. അതാണ് ഇവാടെ ഇപ്പോഴത്തെ AC ഇട്ട് കഴിഞ്ഞാൽ ഇവ അപ്പം ഉറങ്ങും. അങ്ങനെ ഞാനും പണ്ട് അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. പണ്ടെന്ന് ഇവടെ കിടന്ന് ഭയങ്കര ഉറക്കാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇനി വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങുവാണെങ്കിൽ ഞാൻ നോക്കട്ടെ എന്താ കഴിക്കാൻ പോകണമെന്നൊന്നും അറിയില്ല. ഫുഡ് കഴിക്കാൻ പോകുമ്പോ വീഡിയോ എടുക്കാം. ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഏത് റെസ്റ്റോറൻറ്റ്? അൽ മദീന റെസ്റ്റോറൻറ്റ്. എവിടെയാണിത്? അജ്മാൻ അല്ലേ?
സൂപ്പ് കുടിച്ചോണ്ടിരിക്കുക കേട്ടാ. ഇവക്കുട്ടിക്ക് സൂപ്പ് കിട്ടിയില്ല, പാവ ഇവക്കുട്ടി. ആണോ? ചിക്കൻ ഏകദേശം പകുതിയായിട്ടാണ് കാണിക്കുന്നത്. മറന്നുപോയി. ഫുഡ് വന്നപ്പോഴേ വീഡിയോ എടുക്കുന്ന കാര്യം വിട്ടുപോയി. നമ്മള് എന്താ ചാക്കോളും പൊറോട്ടയും പോയിട്ട് വാങ്ങിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു സുരു? എന്താ ഫുഡ്? ഫുഡ് കുഴപ്പമില്ല, വലിയ ഭയങ്കര സംഭവം. നമ്മള് റിവ്യൂ ഒക്കെ കണ്ടിട്ട് വന്നതാണ്. ഞാൻ റിവ്യൂ നോക്കിട്ട് വന്നാണേ. പക്ഷെ അല്ല റൂസ് നജ്മാലുള്ള എല്ലാവർക്കും അറിയാവുന്നുണ്ട്. കുഴപ്പമില്ല. ഞാൻ ഒരു പ്രാവശ്യം മുന്നേ ഒന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതെന്തോ എന്തോ ഒരു ചിക്കൻ്റെ എന്തോ സാധനമായിരുന്നു. പിന്നെ റിവ്യൂ കണ്ട് വന്നാണേ. വലിയ കുഴപ്പമില്ലെന്ന് പറയാം. ഒരാളോട് പിണങ്ങിയിരിക്കുന്നുണ്ട്. പിണങ്ങിയിരിക്കണേ. അപ്പൊ ഒന്നും കഴിക്കത്തില്ല. ചോദിക്കണ മൊത്തം വാങ്ങിക്കൊടുക്കണം. മിഠായി വേണം. അടവാണിത്. ഇങ്ങനെ അടവ് കാണിച്ചിട്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ലാളിച്ച് വിളിക്കും. അപ്പൊ അതിനുവേണ്ടി ഇരിക്കുവാണേ. ഇന്ന് വിളിക്കുന്നില്ല നിന്നെ. അങ്ങനെ അവിടെ ഇരുന്നോ. പോതൊരു സമയം എത്രയും നിൽക്കുന്നേ? 1:13. കല്യാണത്തിന് മുന്നേ ഉണ്ടല്ലോ, പറയട്ടെ ഞാൻ. ഇത് നൈറ്റ് ഡ്രൈവിൽ 1:13 മുന്നേ എന്നോട് പറഞ്ഞാണേ. നൈറ്റ് ഡ്രൈവിന് വന്നല്ലേ? രാത്രി ഇത് രാത്രിയല്ല, ഇത് 1:14. നിങ്ങളോടൊന്ന് രാത്രിയല്ല. എന്താ നൈറ്റ് ഡ്രൈവിന് പോവാന്ന് പറഞ്ഞാല് എന്ത് പറയുന്നെന്തോ ഞാൻ ചോദിച്ചപ്പോ അഫി പറഞ്ഞു കീ എവിടെയെന്ന് ചോദിക്കൂന്നാ. ഇനിയിപ്പോ എന്താ ഇപ്പൊ 1:30 പുറത്ത് വീട്ടിലെത്തോ 2 മണിയാവും. നമുക്ക് ഇന്ന് രാത്രി ഫുള്ള് കറങ്ങി ഇടുന്നാലേ. ഇതിനൊന്നും വിശ്വസിക്കല്ലേട്ടാ. കല്യാണം കഴിക്കാൻ നേരം പല കള്ളത്തരങ്ങളും പറയും. കല്യാണം കഴിയുമ്പോ സ്വഭാവം റെക്കോർഡ് ചെയ്ത് ശരിയല്ലോ. ഓക്കെ ബൈ. അപ്പൊ 2 മണിയായിട്ടാ ഇപ്പൊ റൂമിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളൂ. അടുത്ത ദിവസമായി. അതന്നെ. അപ്പൊ നമ്മൾ ഇന്നലെ തുടങ്ങിയതാണ് വീഡിയോ. ഇന്നിപ്പോ അടുത്ത ദിവസമായി. നാട്ടിലെ പെരുന്നാളായിട്ടാ. അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. റൂമില്. അപ്പൊ ഇതിപ്പോ ഞാൻ വീഡിയോ എപ്പോഴാണ് ഇടുന്നതെന്ന് എനിക്കറിയില്ല. പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എല്ലാവരും വീഡിയോ കാണാൻ പോണത്. അപ്പോ എന്താ പറയാ, അപ്പൊ അടുത്ത വീഡിയോയില് കാണുന്നതായിരിക്കും. എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കാട്ടോ. പെരുന്നാളായിട്ട് എല്ലാരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക. കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ട് കാര്യങ്ങള് ചെയ്യാം. കുറെ പേര് ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ എത്രയായി, ഈ സെറ്റപ്പ് ചെയ്യാൻ എത്രയായി അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ അതിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഓരോട് ഇപ്പൊ തന്നെ പറയാ. അതായത് ഞങ്ങള് പറയാൻ പോണത് വളരെ എന്താ പറയാ, ഞങ്ങളെ പോലുള്ള മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം അല്ലെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ ആൾക്കാർ പറയും ഇതിന് നല്ല അവിടെ കിട്ടുമായിരുന്നില്ല അങ്ങനെയല്ലേ എന്നൊക്കെ പറയും. ഞങ്ങൾ ഭയങ്കര എന്താ പറയാ എക്കണോമിക്കലി ജീവിക്കുന്ന ആൾക്കാരാണ്. ആ ഒരു രീതിയിലുള്ള കണക്ക് പറയുള്ളൂ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് അത് കാണുമ്പോൾ ചോദിക്കരുത് അത് വാങ്ങാനില്ല ഇത് വാങ്ങാനില്ല എന്ന്. മാക്സിമം കമ്പയർ ഒക്കെ ചെയ്ത് എല്ലാ എന്താ പറയാ മിഡിൽ ക്ലാസ് ആൾക്കാർ നടക്കുന്നവരെ സാധനങ്ങളൊക്കെ കമ്പയർ ഒക്കെ ചെയ്ത് അതിൽ നിന്ന് വില കുറവുള്ളത് വാങ്ങി, കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉള്ള വില കുറവുള്ള വാങ്ങി അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. സോ അങ്ങനത്തെ കണക്കും കാര്യങ്ങളൊക്കെ ഞങ്ങളൊരു വീഡിയോ ചെയ്യാം. അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.